ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫോറൻസിക് സർജനാണ്. സൗമ്യ വധക്കേസിൽ ഉൾപ്പെടെ പ്രമാദമായ പല കേസുകളിലും തെളിവുകൾ ശേഖരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേർന്നു. സലാം, എപ്പോഴായിരുന്നു അന്ത്യം? അനീഷ, അല്പസമയം മുമ്പാണ് അന്ത്യമുണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെട്ടത്. ഡോക്ടർ ഷേർലി വാസുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1982 ഇവർ സർവീസിൽ പ്രവേശിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഫോറൻസിക് സർജനാണ്. കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് റിട്ടയർമെന്റിന് ശേഷം KMCT മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇന്ന് അല്പസമയം മുമ്പ് ഇവർ വയനാടാണ് താമസിച്ചിരുന്നത്. വയനാടുള്ള വീട്ടിൽ നെഞ്ചുവേദനയെ തുടർന്ന് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഏതായാലും കേരളത്തിലെ പ്രമാദമായ സൗമ്യ വധക്കേസ് ഉൾപ്പെടെ പ്രമാദമായ പല കേസുകളിലും പോസ്റ്റ്മോർട്ടം നടത്തിയതും അങ്ങനെ നിർണായകമായ തെളിവുകൾ ശേഖരിക്കുന്നതിലൊക്കെ തന്നെ പങ്കുവഹിച്ച ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോറൻസിക് സർജൻ കൂടിയായിരുന്നു ഡോക്ടർ ഷേർലി വാസു. അവരുടെ മരണമാണ് അല്പസമയം മുമ്പുണ്ടായത്. അനീഷ, ശരി, സലാമാണ് വിവരങ്ങൾ നൽകിയത്.